ഹലോ, നമുക്കിന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ചിക്കന് ബോൺലെസ് ചിക്കനും എടുക്കാം. ഞാനെടുത്തതിനകത്ത് ബോണുള്ള ചിക്കനും ഉണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ തോർത്തി കളഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ പിസ്സ ടോപ്പിംഗ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒറിഗാനോ ഇല്ലേ, നോർമൽ ഒറിഗാനോ ആയാലും മതി. അപ്പോൾ അതും പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും കുറച്ച് സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 2 മണിക്കൂർ നേരമെങ്കിലും ഒന്ന് മാറ്റി വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ നോർമൽ ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണിത്. അങ്ങനെ ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചിക്കനും ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു മുട്ടയുടെ വെള്ള നമ്മുടെ ഈ ചിക്കനിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്തിട്ട് ഒരു പാൻ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കിത് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച എഗ്ഗൊക്കെ മിക്സ് ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസ് ഓരോന്നായിട്ട് അതിൻ്റെ പുറത്ത് കോട്ട് ചെയ്തെടുക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ പുറത്തുള്ള ബ്രെഡ് ക്രംസ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന സമയത്താണ് നമ്മളിത് കോരിയെടുക്കുക കേട്ടോ. ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വരെ നമുക്കിത് കൊടുക്കാം കേട്ടോ. നമ്മൾ സോയാ സോസൊക്കെ മിക്സ് ചെയ്തിട്ട് മസാല പുരട്ടിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും അകവശം. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇവിടെ നമ്മുടെ നേഹമോൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഓരോരോ ബാച്ചായിട്ട് നമ്മൾ ഈ മസാല പുരട്ടിയ ചിക്കനെല്ലാം നമുക്കിങ്ങനെ വറുത്തെടുക്കാം. എരിവുള്ള ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചിക്കൻ ഫ്രൈ അത്രയും ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല കേട്ടോ. കാരണം ഒട്ടും എരിവില്ല. ഇതിനകത്ത് നമ്മൾ എരിവിനായി ചേർത്തിരിക്കുന്നത് ഒരു ഇച്ചിരി കുരുമുളക് മാത്രമാണ്. മെയിനായിട്ടും കുഞ്ഞുങ്ങൾക്കും പിന്നെ ഒരു ചെറിയ സ്വീറ്റ്നെസ് പോലെയൊക്കെ ചിക്കനൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. നമ്മുടെ ടൊമാറ്റോ സോസോ കെച്ചപ്പോ മയണൈസോ ഒക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം ചിക്കൻ വാങ്ങിക്കുമ്പോൾ കൊളസ്ട്രോൾ പ്രശ്നമില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾക്കാണെങ്കിലും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചിക്കൻ ഫ്രൈ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഇക്കാക്കൊന്ന് കൊണ്ടു കൊടുക്കാൻ പോവുക കേട്ടോ. ഇക്ക കഴിച്ചിട്ട് എന്തോ പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.